ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് മെർച്ചന്റ് അസോസിയേഷന്റെ രണ്ടാം സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് ചേർന്നു. മുൻ MP പന്ന്യൻ രവീന്ദ്രൻ സമ്മേളന പരിപാടി ഉദ്ഘാടനം ചെയ്തു. 14 ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് മെർച്ചന്റ് അസോസിയേഷൻ തുടങ്ങി ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ ഇന്നത് 2000 അംഗങ്ങളുള്ള സ്വർണ്ണാഭരണ വ്യാപാരികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന സംഘടനയായി മാറിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന അസോസിയേഷന്റെ രണ്ടാം സംസ്ഥാന സമ്മേളനം മുൻ MP പന്ന്യൻ രവീന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്തത്. സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് രാജ്യത്തിന് മാതൃകയാവുകയാണ് അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് എന്ന് അദ്ദേഹം പറഞ്ഞു. പണിക്കൂലി സൗജന്യമെന്നുള്ളത് മാത്രമല്ല, ഈ കേരളത്തിൽ സുതാര്യത വേണം എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ചർച്ച വരുന്നു. ആ സുതാര്യതയ്ക്ക് ഒരു വഴികാട്ടിയാവുന്നു മൻസൂർ സാഹിബ്. GDJMMA എന്ന പ്രസ്ഥാനം ആരംഭിച്ച് 2ാം വർഷമാണ്. ഈ 2 വർഷം കൊണ്ട് കേരളത്തിൽ അതൊരു മാതൃകയാവുകയാണ്. അൽ മുക്തദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പ് സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം പരിപാടിയിൽ അധ്യക്ഷനായി. ഞങ്ങൾ ഈ വരുന്ന വർഷക്കാലത്ത് ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഈ വിപണന രംഗത്തും അതുപോലെ തന്നെ ഈ നിർമ്മാണ രംഗത്തുമുള്ള അവശരായവർക്ക്, 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഒരു പെൻഷനെ പറ്റി ആലോചിക്കുകയാണ്. അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പിലൂടെ അതുപോലെ തന്നെ ഈ ഹെൽത്ത് റീസൺ ആയിട്ടുള്ള ആളുകൾക്ക് സഹായിക്കാൻ, അതായത് അവശത അനുഭവപ്പെടുന്ന എല്ലാ വിഭാഗക്കാർക്കും, അതായത് തൊഴിൽ തന്നെ അവർക്ക് നിലനിൽക്കാൻ കഴിയാത്തവർക്ക് അവർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു വരികയാണ്. GDJMMAയുടെ ഗോൾഡ് റേറ്റ് കേരളത്തിലെ ഗോൾഡ് റേറ്റിനേക്കാൾ കുറവാണ്. അതാത് ദിവസത്തെ ഗോൾഡ് റേറ്റ് ഇന്ത്യയിലെയും ദുബായിലെയും GDJMMAയിലൂടെ ഉപഭോക്താക്കൾക്ക് അറിയാൻ സാധിക്കും. സാമൂഹ്യ സേവനത്തിന്റെ മറ്റൊരു തലമാണ് GDJMMA എന്ന് മുൻ സ്പീക്കർ M വിജയകുമാർ പറഞ്ഞു. കൂടാതെ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരമന ബയാർ, ജോബി തൃശൂർ, ഗുൽസർ അഹമ്മദ് സേഠ് തുടങ്ങിയവരും ഉദ്ഘാടന പരിപാടിയിൽ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.